ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ചൂടായ പാനിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴത്തേനും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തേങ്ങാക്കൊത്ത് എല്ലാം ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യുക വീണ്ടും. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടുന്നതായിരിക്കും. ബീഫ് നമ്മൾ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പാത്രത്തിലേക്ക് ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ 3 വിസിലടുപ്പിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സിമ്മിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം വെള്ളമൊക്കെ വറ്റി വരണം. അതേപോലെ ഇറച്ചിയൊക്കെ നന്നായി വേവുകയും വേണം. ഇനി നമുക്കിതിലേക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി ഇറച്ചിയൊക്കെ വെന്ത് വരുന്നുണ്ട്.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. എല്ലാം ഉപ്പും എരിവും ഒക്കെ പാകത്തിന് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം മുകളിലോട്ട്. അതിനുശേഷം കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴംപൊരിയുടെ കൂടിയാണ് ട്രൈ ചെയ്യാൻ പോണത്. എങ്ങനെയുണ്ട്? സൂപ്പറാ. ഉറപ്പാണോ? അതെ.